സമഗ്ര ശിക്ഷ കേരളയുടെ സ്റ്റാഴ്സ് പദ്ധതി പ്രകാരം 10 ലക്ഷം രൂപ ചെലവിൽ ചെമ്പുച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന വർണ്ണകൂടാരത്തിന് ശിലാസ്ഥാപനം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ശിലാസ്ഥാപനം നിർവഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ജിഷ ഹരിദാസ്, PTA പ്രസിഡന്റ് PS പ്രശാന്ത്, വിദ്യാലയ വികസന സമിതി ചെയർമാൻ T ബാലകൃഷ്ണ മേനോൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് NS വിദ്യാധരൻ, കൊടകര BPC VB സിന്ധു, TB ശിഖാമണി, പ്രിൻസിപ്പാൾ T സതീഷ്, പ്രധാനാധ്യാപിക കൃപകൃഷ്ണൻ, സീനിയർ അധ്യാപിക KG ഗീത എന്നിവർ സംസാരിച്ചു. വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളും കാര്യങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സർക്കാരും ഇപ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള മാനസികവും ശാരീരികവും കേരളത്തിലും ഇന്ത്യയിലും എല്ലാം വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ ഒരു തുടക്കവും നമ്മുടെ നന്നാക്കലൊന്നും മറ്റുള്ള പലയിടത്തും ഉണ്ടാവില്ല. നേരത്തെ അശ്വതി പറഞ്ഞത് നമ്മുടെ ഗവൺമെൻറ് വളരെ കൃത്യമായി വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നത് കൊണ്ടാണ് നമ്മൾ ഈ 12ാം ക്ലാസ്സുകാരൊക്കെ ആയിട്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസം മാറിയത്. ഒരു കാലത്ത് 4ാം ക്ലാസ്സായിരുന്നു. 4ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഫീസ് എടുത്ത് പഠിക്കണം അല്ലേ. ഇനി 7ാം ക്ലാസ് വരെ ഫീസ് ഇല്ലാതാക്കി. പിന്നീട് 1967 വീണ്ടും 7 കഴിഞ്ഞ് 10ാം ക്ലാസ് വരെ ഫീസിലുണ്ടാക്കി. ഇപ്പം നമ്മൾ 12ാം ക്ലാസ് വരെ ഫീസില്ലാതെ പഠിക്കുന്നത് കൊണ്ടാണ് കേരളം വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും മികച്ച ഒരു സംസ്ഥാനമായിട്ട് മാറിയത്. അവിടെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളെ ഏറ്റവും ചെറിയ പ്രായത്ത് അവരെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. കാരണം സ്വഭാവ രൂപവൽക്കരണ പ്രക്രിയ നടക്കുന്നത് ഏറ്റവും താഴെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമ്മുടെ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അതുപോലെ തന്നെ പുറത്ത് നമുക്ക് ഈ പ്രവർത്തന ഇടങ്ങൾ ഒരുക്കുമ്പോൾ അത് നമുക്ക് ഷീറ്റ് മാച്ച് സംരക്ഷിക്കേണ്ടതൊക്കെ ഉണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒക്കെ സഹായ സഹകരണം കൂടി ഉണ്ടാവണം എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ശില്പി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പവിത്രചേട്ടൻ നിരവധി സ്കൂളുകൾ ചാലക്കുടി BRCയിലും നമ്മുടെ BRCയിലും ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ മറ്റു ബഹുമാന്യരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, നമുക്കറിയാം വർണ്ണക്കൂടാരം 10 ലക്ഷം രൂപ സ്റ്റാർസ് പദ്ധതി പ്രകാരം വിനിയോഗിച്ചുകൊണ്ടാണ് ഈ പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം പ്രീ പ്രൈമറി നമ്മളിവിടെ ഒരുക്കുന്നത്. അത് നമ്മൾക്ക് 13 സ്കൂളുകളാണ് നമ്മുടെ കൊടകര BRCക്ക് കീഴിലുള്ളത്. അതിൽ നമ്മൾ 12ാമതായിട്ടാണ് നമുക്കിപ്പോൾ വന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് മുന്നേ ബിൽഡിംഗ് സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കത് കുറച്ച് വൈകിപ്പോയത്. ഇനി അതിൻ്റെ പ്രാധാന്യം പറയുകയാണെങ്കിൽ ഇടങ്ങളാണ്. മുമ്പേ സംസാരിച്ചവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു രക്ഷിതാക്കൾ പ്രീ പ്രൈമറി കുട്ടികളുടെ രക്ഷിതാക്കളായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ തന്നെയാണ് അത് കേൾക്കേണ്ട ആൾക്കാർ. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു തുടക്കം നന്നാവട്ടെ എന്ന് ഉദ്ദേശിച്ചത് പ്രീ പ്രൈമറിയിലെ കുട്ടി 100 വരെ എണ്ണാനും എഴുതാനും